പശ്ചിമ ബംഗാളിൽ മമതയ്ക്ക് ഭരണം നഷ്ടമായതോടെ വട്ടായി എന്നാണ് തോന്നുന്നത്. കാരണം വായിൽ വരുന്നത് എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്. കൂടാതെ മമതയുടെ വിശ്വസ്തരായി നിന്നവരെ എല്ലാം സുവേന്ദു അധികാരി അടിച്ചോടിച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പെട്ടിരിക്കുകയാണ് മമതയും മമതയുടെ പാർട്ടിയും. മുഖ്യമന്ത്രി ആയപ്പോൾ സർക്കാരിന്റെ സ്വത്തുക്കളെല്ലാം ഗുണ്ടകൾക്കും തൃണമൂൽ നേതാക്കൾക്കുമൊക്കെ വ്യാപാരങ്ങൾ നടത്താനും അവർക്ക് ഇഷ്ടം പോലെ ചെയ്യാനും ഒക്കെ മമത ഒരു സ്വാതന്ത്ര്യം നൽകിയിരുന്നു. അതെല്ലാം ഇപ്പോൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുകയും ആ സ്വത്തുക്കളൊക്കെ ഇപ്പോൾ BJP സർക്കാർ തിരിച്ചു പിടിക്കുകയുമാണ്. കേന്ദ്രത്തിലെ ഭരണത്തിൽ നിന്ന് BJPയെ പുറത്താക്കുമെന്ന് വെല്ലുവിളിച്ച് തൃണമൂൽ കോൺഗ്രസും മമതയും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. BJP അധികാരമേറ്റപ്പോൾ BJPയെ പുറത്താക്കാൻ ബംഗാളിലെ കോൺഗ്രസും അതോടൊപ്പം തന്നെ CPM-ഉമായിട്ടും മമത ഒരു ചർച്ച നടത്താനായിട്ട് തീരുമാനിച്ചുവെങ്കിലും അവരാരും തന്നെ മമതയോട് കൂട്ടുകൂടാനോ അല്ലെങ്കിൽ ചർച്ച നടത്താനോ തയ്യാറായില്ല. അതോടൊപ്പം നാളെ റീപോളിംഗ് നടക്കുന്ന പശ്ചിമ ബംഗാളിലെ ഡയമണ്ട് ഹാർബറിൽ തൃണമൂലിന്റെ സ്ഥാനാർത്ഥി ജഹാംഗീർ അവസാന നിമിഷം പിന്മാറിയതും മമതയ്ക്കുണ്ടായ നാണക്കേടും തിരിച്ചടിയും ചില്ലറയല്ല. നിലവിൽ മമത പറയുന്നത് ബംഗാളിലെ BJP സർക്കാർ ന്യൂനപക്ഷ വിഭാഗങ്ങളെയും വഴിയോര കച്ചവടക്കാരെയും ലക്ഷ്യമിടുന്നുണ്ടെന്നാണ് മമത ആരോപിക്കുന്നത്. തന്റെ വസതിയിൽ നടന്ന തൃണമൂൽ കോൺഗ്രസ് MLA-മാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മമതാ ബാനർജി. തെരഞ്ഞെടുപ്പിന് ശേഷം ബംഗാളിൽ നടന്ന ആക്രമണങ്ങളും അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെയുള്ള നടപടികളും പരാമർശിച്ചുകൊണ്ടായിരുന്നു മമതയുടെ ഈ പ്രതികരണം. ഈ സർക്കാർ നമ്മുടെ ഭരണഘടനാ ആശയങ്ങളെയും മൂല്യങ്ങളെയും തകർക്കുകയാണെന്ന രൂക്ഷ വിമർശനവും സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിനെതിരെ മമത ഉന്നയിച്ചു. കൂടാതെ ബംഗാളിൽ രാഷ്ട്രപതി ഭരണം വേണമെന്നും മമത ആവശ്യപ്പെടുന്നുണ്ട്. മമതാ ബാനർജിയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ മമതാ ബാനർജിയുടെ അനന്തരവനും ലോക്സഭാ MP-യുമായ അഭിഷേക് ബാനർജിയും പങ്കെടുത്തിരുന്നു. BJP സർക്കാരിന്റെ ഒരു തരത്തിലുമുള്ള ഭീഷണിക്ക് വഴങ്ങില്ല എന്നായിരുന്നു അഭിഷേക് ബാനർജിയുടെ പ്രതികരണം. തെരുവ് കച്ചവടക്കാരെ ബലപ്രയോഗത്തിലൂടെ ഒഴിപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് തൃണമൂൽ കോൺഗ്രസ്. മെയ് 21-ന് ബാലിഗഞ്ച്, ഹൗറ ജംഗ്ഷൻ, സീൽഡ റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലാണ് പ്രതിഷേധം തൃണമൂൽ കോൺഗ്രസ് സംഘടിപ്പിക്കുക. അതോടൊപ്പം തന്നെ പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയ പുതിയ സ്വത്ത് വിവാദവും പുറത്തേക്ക് വരികയാണ്. അത് വേറെ ആരുമല്ല, മുഖ്യമന്ത്രി അതായത് മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ അനന്തരവനും തൃണമൂൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായ അഭിഷേക് ബാനർജി MP-ക്ക് കൊൽക്കത്തയിലെ ആഡംബര മേഖലകളിൽ മാത്രം 43 രഹസ്യ സ്വത്തുക്കളുണ്ടെന്ന ആരോപണമാണ് BJP ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത്. സ്വത്തുക്കളുടെ വിശദമായ പട്ടിക ബംഗാൾ BJP ഘടകം പുറത്തുവിട്ടതോടെ ഇരു പാർട്ടികളും തമ്മിലുള്ള രാഷ്ട്രീയ പോര് പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ്. മമതയുടെ തട്ടിപ്പുകൾ BJP പൊക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായതോടെ വരും ദിവസങ്ങളിൽ മമതയുടെ കള്ളത്തരങ്ങളെല്ലാം BJP പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവരുമെന്ന് ഉറപ്പായതോടുകൂടിയാണ് പശ്ചിമ ബംഗാളിൽ രാഷ്ട്രപതി ഭരണം വേണം, BJPയെ ഞാൻ പുറത്താക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മമത ഇപ്പോൾ വിരളി പിടിച്ച് സംസാരിക്കുന്നത്.